ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. RRB ടെക്നീഷ്യൻ 2026 നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നു. ഞാൻ ഓൾറെഡി അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ITI ഉദ്യോഗാർത്ഥികൾക്ക്, ഡിപ്ലോമയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ സുവർണ അവസരമാണ്. കഴിഞ്ഞ വർഷത്തെ 2025 ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷനേക്കാളും 300-ൽ പരം ഒഴിവുകൾ കൂടുതലാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 വേക്കൻസി കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം ഇരട്ടിച്ചിട്ടുണ്ട്. 183 വേക്കൻസി എന്നുള്ളത് 340 വേക്കൻസി ഉയർന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വേക്കൻസികൾ കൂടുതലാണ്. കഴിഞ്ഞ വീഡിയോയിൽ കുട്ടികളെ കുറച്ച് പേരെങ്കിലും അതിൻ്റെ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ട്, പ്രായപരിധിയെ പറ്റിയിട്ട് നമുക്ക് എൻക്വയറീസ് ആയിട്ടും വാട്സാപ്പ് മുഖാന്തരവും യൂട്യൂബ് കമൻറ്റിലൂടെയൊക്കെ കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സാം ആർക്കെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ഈ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, പ്രായപരിധി എന്താണ്, ഈ എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, ഇത്രയും കാര്യങ്ങൾ ചെറിയൊരു സെഷനിലൂടെ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക. എക്സാം അറ്റൻഡ് ചെയ്യാത്തവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, എക്സാം അറ്റൻഡ് ചെയ്തവരെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സെഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമുക്ക് സമയം കളയാതെ തന്നെ ഈ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ടെക്നീഷ്യൻ 2026 ഗ്രേഡ് 3 ആൻഡ് ഗ്രേഡ് 1 ആർക്കെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു എക്സാം അപ്ലൈ ചെയ്യാനായിട്ടുള്ള മിനിമം വിദ്യാഭ്യാസ യോഗ്യത ടെക്നീഷ്യൻ ഗ്രേഡ് 3 കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? മെട്രിക്കുലേഷൻ നിർബന്ധമാണ്. 10ാം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം പ്ലസ് 10ാം ക്ലാസിൻ്റെ പുറത്ത് എന്തുകൂടെ വേണം? ITI വേണം. അപ്പോൾ ITIയുടെ പ്രത്യേകത എന്താണ്? ITI ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ അവരെടുക്കുമോ? ഇല്ല. റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നിങ്ങൾ ITI പഠിച്ചിരിക്കണം. മാത്രമല്ല നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് NCVT SCVT സർട്ടിഫിക്കേഷൻ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത് കുട്ടികൾ ചോദിക്കാറുണ്ട്, KGC സർട്ടിഫിക്കറ്റ് ഉള്ള സർട്ടിഫിക്കേഷനാണ് എൻ്റെ കൈവശമുള്ളത്, എനിക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നോട്ടിഫിക്കേഷനകത്ത് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, NCVT SCVT. നിങ്ങൾക്ക് KGC സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്തു, നിങ്ങൾ എക്സാം എഴുതി, എക്സാമിന് നല്ല മാർക്ക് വാങ്ങിച്ചു, നിങ്ങൾ മെഡിക്കൽ എക്സാമിനേഷൻ പാസ്സായി, ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യുമെന്റിൽ KGC സർട്ടിഫിക്കേഷൻ മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ അവർ റിജക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്തല്ല, NCVT SCVT സ്റ്റാൻഡേർഡ് അല്ല. അപ്പോൾ KGCയുടെ NCVT ഇക്വലൻസിയോ SCVT ഇക്വലൻസിയോ നിങ്ങൾക്ക് കൈവശമുണ്ട്, നിങ്ങൾക്ക് അത് അവിടെ ഹാജരാക്കാൻ പറ്റുകയാണെങ്കിൽ പ്ലസ് RRB അത് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. അത്രയേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം RRBയുടെ തീരുമാനത്തിൻ്റെ അല്ലെങ്കിൽ RRBയുടെ ഡിസ്ക്രിപ്ഷനാണ്. NCVT SCVT സർട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ കൈവശമുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. ഏതൊക്കെ ട്രേഡുകൾക്ക്? ഒരുപാട് ട്രേഡുകളുണ്ട്. അതിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുറച്ച് ട്രേഡുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് മെക്കട്രോണിക്സ്, മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, വെൽഡർ, മെഷീനിസ്റ്റ്, ഇങ്ങനെയുള്ള പോസ്റ്റുകൾ, വയർമാൻ തുടങ്ങിയ ട്രേഡുകളിലുള്ള കുട്ടികൾക്കെല്ലാം ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 പരീക്ഷയുടെ ലെവൽ എന്ന് പറയുന്നത്, പേ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 2 പോസ്റ്റാണ്. ലെവൽ 2 തസ്തികയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലെവൽ 1 ഏതാണ്? അപ്പോൾ ഗ്രൂപ്പ് ഡി ആണ് ലെവൽ 1 എന്ന് പറയുന്നത്. അതിന്റെ യോഗ്യത 10th ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. 10th ITI ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന ഗ്രൂപ്പ് ഡി. 10th ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. ലെവൽ 2 വരുന്നതാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ALPയുടെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 3 മുന്നേ വരിക. നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ച് ITI ഫിറ്ററും ITI MMV ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ALP കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ALPയിൽ 11,000 ഒഴിവാണ്. ഞാൻ അതിന്റെ വീഡിയോ വേറെ ചെയ്തതാണ്. ALPയിൽ 11,000 ഒഴിവാണ്. മെയ് 15 എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് കഴിയുമ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 വരും. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ലെവൽ 2 പോസ്റ്റ് തന്നെയാണ്. ഇനി അപ്പുറത്തൊരു പോസ്റ്റ് കിടപ്പുണ്ട്, ടെക്നീഷ്യൻ ഗ്രേഡ് 1. ഗ്രേഡ് 1 ആണ്, ലെവൽ കൂടിയ പോസ്റ്റാണ്. ലെവൽ 5 ആണ്, സാലറി കൂടുതലാണ്. അവിടുത്തെ മിനിമം വിദ്യാഭ്യാസ യോഗ്യത അവർ കൊടുത്തിട്ടുണ്ട്. ബാച്ചലർ ഓഫ് സയൻസ് അഥവാ BSc മിനിമം വേണം. എന്തിൽ? ഫിസിക്സിൽ, ഇലക്ട്രോണിക്സിൽ, കമ്പ്യൂട്ടർ സയൻസിൽ, ITയിൽ, ഇൻസ്ട്രുമെന്റേഷനിൽ. ഇത്രയും ട്രേഡുകളിൽ BSc ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ BScനെ കോമ്പിനേഷൻ ഓഫ് എനി സബ്സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷൻ, മേൽപ്പറഞ്ഞിട്ടുള്ള ട്രേഡുകളുടെ കോമ്പിനേഷനോ അല്ലെങ്കിൽ അതിൻ്റെ എനി സബ്സ്ട്രീമോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 3-year diploma in engineering in the above basic streams or in combination or any of the above basic streams അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 3-year diploma in electronics ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 3-year diploma in computer science ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. 3-year diploma in information technology അപ്ലൈ ചെയ്യാം. ഇൻസ്ട്രുമെന്റേഷൻ അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കണം, എന്തായിരിക്കണം? 3-year diploma എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2-year diploma കൊണ്ടുപോയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, BTech ഉള്ള ആളുകൾക്കും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എവിടെ? ഈ എബോവ് സ്ട്രീംസിൽ. ഇലക്ട്രോണിക്സിന് അപ്ലൈ ചെയ്യാം,
സ്വാഭാവികമായിട്ടും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ്, കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, കോമ്പിനേഷൻ ഓഫ് എനി ഓഫ് ദി അബവ് ബേസിക് സ്ട്രീംസ്. അപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്ക് അപ്ലൈ ചെയ്യാം അല്ലേ, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻകാർക്ക് അപ്ലൈ ചെയ്യാം, ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, IT-കാർക്ക് അപ്ലൈ ചെയ്യാം, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രീമുകാർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മെക്കാനിക്കലിന്റെ കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, ഓട്ടോമൊബൈലിന്റെ കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, സിവിലുകാരുടെ കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞ വർഷത്തെ 2025 നോട്ടിഫിക്കേഷൻ പ്രകാരം 24 നോട്ടിഫിക്കേഷൻ പ്രകാരവും 2 നോട്ടിഫിക്കേഷനിലും സെയിം ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെയായിരിക്കും 26 വരിക എന്നുള്ളൊരു അസംഷനിലാണ് ഞാനിപ്പോൾ പറയുന്നത്. 26 നോട്ടിഫിക്കേഷനിൽ എന്തെങ്കിലും മാറ്റം ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ, നമ്മുടെ മറ്റ് സോഷ്യൽ മീഡിയാസ് എല്ലാം ഫോളോ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും എന്ത് മാറ്റം വന്നാലും നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് അറിയിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 25 നോട്ടിഫിക്കേഷനിനകത്ത് കൊടുത്തുള്ള ക്വാളിഫിക്കേഷൻ. ഇത് പ്രകാരമുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പ്രായപരിധി, ഏജ് ലിമിറ്റ് പലർക്കും ഒരു ഡൗട്ടാണ്. അപ്പം ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ നിങ്ങൾ UR EWS കാറ്റഗറിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത്. ബോൺ ഓൺ ഓർ ആഫ്റ്റർ 2/7/96, ജൂലൈ 2, 1996 അതിനുശേഷമോ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 അപ്ലൈ ചെയ്യാം. അതുപോലെ ഓരോ ട്രേഡിന്റെയും ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റിലോ അതിന് ശേഷമോ ജനിച്ചിട്ടുള്ളവർക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. മിനിമം ഏജ് 18 ആയതുകൊണ്ട് തന്നെ 1/7/2008 എന്തായിരിക്കണം, മുന്നെയോ ആ ഡേറ്റിലോ ജനിച്ചിട്ടുള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഇനി എന്തുകൊണ്ട് 2/7/96, എന്തുകൊണ്ട് 2/1 വന്നില്ല, എന്തുകൊണ്ട് ജനുവരി പറഞ്ഞില്ല ജൂലൈ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ എംപ്ലോയ്മെന്റ് നോട്ടീസ് പ്രകാരം 2/7 തന്നെയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. ജൂലൈക്ക് മുന്നേ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള എല്ലാ പരീക്ഷകളുടെയും ഏജ് ലിമിറ്റ് ഈ ഒരു ഡേറ്റിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും അവർ വെക്കാറ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുന്നേയുള്ള നോട്ടിഫിക്കേഷൻസ് 24 25 നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ടെക്നീഷ്യൻ ഗ്രേഡ് 1, ടെക്നീഷ്യൻ ഗ്രേഡ് 3, സെക്ഷൻ കൺട്രോളർ പരീക്ഷയ്ക്കൊക്കെ ഈ പറയുന്ന പോലെ ജൂലൈക്ക് മുന്നേ നോട്ടിഫിക്കേഷൻ വരുന്നതുകൊണ്ട് അവർ ഈ ഒരു ഡേറ്റ് ആണ് വെക്കുക. ജൂലൈക്ക് ശേഷം നോട്ടിഫിക്കേഷൻ വരുന്ന NTPC ജൂനിയർ എഞ്ചിനീയർ പോലുള്ള പരീക്ഷകൾക്ക് അവർ ജനുവരി മാസമായിരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് ഈ പറയുന്ന പോലെ വെക്കാറ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24 25 എങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ വർഷം ഡേറ്റ് മാറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എല്ലാ കമ്മ്യൂണിറ്റി വൈസ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഞാൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എത്രയാണെന്നുള്ളത്. 18 തൊട്ട് 30 ആണ് ഇവിടെ വരുന്നത്, 33 OBC NCL, 35 SC ST. ഗ്രേഡ് 3യുടെ കാര്യമാണ് പറഞ്ഞത്. ഗ്രേഡ് 1 ഉയർന്ന ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ പ്രായപരിധി കുറച്ചുകൂടെ കൂടുതലാണ്. 18 33, 18 36, 18 38. അതായത് OBC NCLകാർക്ക് 3 വർഷവും SC STക്കാർക്ക് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കമ്പയർഡ് ടു UR ആൻഡ് EWS. ഇത്രയാണ് ഏജ് ലിമിറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ എക്സാം പാറ്റേൺ അക്കോർഡിംഗ് ടു 2024 ആൻഡ് 2025 നോട്ടിഫിക്കേഷൻ 2024 2025 ഈ സെയിം പാറ്റേൺ തന്നെയായിരുന്നു. മാത്സ് 20 മാർക്കിന്റെ മാത്സ് ഉണ്ടായിരിക്കും. ഇത് RRBയുടെ മറ്റ് പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മാത്സ് ആണ്, ഡിഫറെന്റ് സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ മാത്സിന്റെ സിലബസ് ഒരു സെപ്പറേറ്റ് സിലബസ് തന്നെയാണ്. അതിനകത്ത് നിങ്ങൾക്ക് സെറ്റ്സ് പഠിക്കാനുണ്ട്, പ്രോബബിലിറ്റി പഠിക്കാനുണ്ട്. നമ്മുടെ +1 +2 മാത്സിന്റെ സിലബസിനോട് ഏകദേശം സാമ്യമുണ്ട്. ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷേ സെറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പെർമ്യൂട്ടേഷൻ, ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. ഇനി ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ഇത് നമ്മുടെ സെയിം സിലബസ് തന്നെയാണ്. RRBക്കുള്ള എല്ലാ RRBയുടെ പരീക്ഷയ്ക്കുള്ള സെയിം സിലബസ് തന്നെയാണ്. ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ സെയിം സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ടെക്നീഷ്യൻ ഗ്രേഡ് 1ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രേഡ് 1ഉം ജൂനിയർ എഞ്ചിനീയർ എക്സാമും നിങ്ങൾക്ക് ഒരുപാട് കോമൺ എലമെന്റ്സ് ഉണ്ട്. ഇത് ജെയുടെ സിലബസ് ആണ്, ഇത് ജെയുടെ സിലബസ് ആണ്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സെപ്പറേറ്റ് സിലബസ് ആണ്, ഡിഫറെന്റ് ആണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ഇത് RRB ജൂനിയർ എഞ്ചിനീയറിന്റെ ടയർ 2ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നമുക്ക് അതിന്റെ കമ്പാരിസൺ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1ന് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് 90 മിനിറ്റ് ആയിരിക്കും സമയം. 100 മാർക്ക് 100 ചോദ്യമാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ടായിരിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 3-ൽ 1 മാർക്കാണ് നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒറ്റ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഈ ടെസ്റ്റ് എഴുതി നിങ്ങൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ അടുത്ത് നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷനും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ആണ്. കൃത്യമായിട്ട് പഠിച്ച് നല്ല മാർക്ക് ഇതിനകത്ത് വാങ്ങിച്ച
ടെക്നീഷ്യൻ ഗ്രേഡ് 1 ജോലി നിങ്ങളുടെ കയ്യിലിരിക്കും. ഓക്കെ, തുടക്കം തൊട്ടേ പഠിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി ഗ്രേഡ് 3 മാത്സ് 25 മാർക്ക്. ഇത് നമ്മുടെ മറ്റ് RRB പരീക്ഷകളുടെ പോലെ തന്നെയാണ്. അതായത് ഇതേ സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് ALPക്ക് പഠിക്കാനുള്ളത്, ഇതേ സിലബസ് തന്നെയാണ് ജൂനിയർ എഞ്ചിനീയർ പഠിക്കാനുള്ളത്, ഇതേ സിലബസ് തന്നെയാണ് NTPCക്ക് പഠിക്കാനുള്ളത്, ഇതേ സിലബസ് തന്നെയാണ് ഗ്രൂപ്പ് ഡിക്കും പഠിക്കാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ മാത്സ് പഠിച്ച ഈ പരീക്ഷകളെല്ലാം നിങ്ങൾ ക്വാളിഫൈഡ് ആവാനുള്ള സാധ്യതയുണ്ട്. റീസണിങ് സെയിം തന്നെ, സയൻസ് സെയിം തന്നെ, GK സെയിം തന്നെ. അപ്പം ഇതെല്ലാ പരീക്ഷകൾക്കും ഓൾമോസ്റ്റ് കോമൺ ആയിട്ടുള്ള തന്നെയാണ് പഠിക്കാനുള്ളത്. ഇവിടെ പല കുട്ടികൾക്കും ഒരു സംശയമുണ്ട്, ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3യും ഇപ്പം ഗ്രേഡ് 3 പ്രത്യേകിച്ച് ITIക്കാർക്കുള്ള പരീക്ഷയല്ലേ, ട്രേഡ് വല്ലതും പഠിക്കാനുണ്ടോ? ട്രേഡിനൊന്നുമില്ല. ഇതാണ് നിങ്ങളുടെ സിലബസ്. നോൺ ടെക് മാത്രമാണ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുള്ളത്? ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 RRB കണ്ടക്ട് ചെയ്യുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് പഠിക്കാനുള്ളത് നോൺ ടെക്നിക്കലാണ്. ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും അവിടെ പഠിക്കാനില്ല. GK കറണ്ട് അഫെയർ ആണ് കൂടുതൽ വരുന്നത്. സയൻസിന്റെ 40 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. ഫിസിക്സിൽ നിന്ന് 13 മാർക്ക്, കെമിസ്ട്രിയിൽ നിന്ന് 13 മാർക്ക്, ബയോളജിയിൽ നിന്ന് 13 മാർക്ക്, ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഏറ്റവും കുറച്ചിലുണ്ടായിരിക്കും. അങ്ങനെയാണ് 40 എത്തുന്നത്. 13, 13, 14 ആയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും വരാറ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 25 മാർക്ക്, മാത്സ് 25 മാർക്ക്. ഇതിലെവിടെയാണ് ട്രേഡ്? ഇതിലെവിടെയാണ് ഫിറ്ററിന്റെ ട്രേഡ് നിങ്ങൾക്ക് പഠിക്കാനുള്ള? നിമിയുടെ എന്ത് സിലബസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്? ഒന്നുമില്ല. അപ്പോൾ പക്ഷേ ഈ സിലബസ് പഠിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകരിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാമിന് നിങ്ങൾക്ക് സെയിം സിലബസ് ആണ് ഉപകരിക്കും. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ഡിപ്ലോമ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് നിങ്ങൾക്ക് ഉപകരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി പല കുട്ടികളും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇതിന്റെ എക്സാം എന്നാണ് എന്നൊരു കമന്റും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മെയ് 15-നാണ്, ശ്രദ്ധിച്ച് കേൾക്കുക, മെയ് 15-നാണ് ലോക്കോ പൈലറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. മെയ് 15 കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. സാധാരണഗതിയിൽ കഴിഞ്ഞ ഒരു വർഷം 25-ലെ നോട്ടിഫിക്കേഷൻസിന്റെയും ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്നാണോ റിലീസ് ചെയ്യുന്നത്, ആ റിലീസ് ചെയ്യുന്ന ഡേറ്റിൽ നിന്നും 120 ദിവസം അഥവാ മാക്സിമം ഒരു 4 മാസമേ നിങ്ങൾക്ക് എക്സാമിന് കിട്ടുള്ളൂ. അപ്പോൾ മെയ് അവസാനം നോട്ടിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ കൂട്ടിക്കോ 4 മാസം നിങ്ങൾക്ക് എന്ന് പരീക്ഷ പ്രതീക്ഷിക്കാം. ഈ പറയുന്ന പോലെ ഒരു സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോൾ എക്സാം പ്രതീക്ഷിക്കാം. ഇത്രയും സിലബസ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അതിൻ്റെ ഇടയിൽ എന്ത് വരുന്നുണ്ടാവും? കേരള PSCയുടെ ITI ഉദ്യോഗാർത്ഥികളുടെ കേരള PSCയുടെ പരീക്ഷയൊക്കെ വരുന്നുണ്ടാവും. വൃത്തിയായിട്ട് അതൊക്കെ പഠിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ലോക്കോ പൈലറ്റ് പരീക്ഷയും ടെക്നീഷ്യൻ ഗ്രേഡ് 3 പരീക്ഷയും നിങ്ങളുടെ കേരള PSC പരീക്ഷ കഴിഞ്ഞ ഏതാണ്ട് ഒരു 1-2 മാസത്തിനകം തന്നെ കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം തൊട്ട് വൃത്തിയായിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ കോഴ്സ് നമ്മൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. കോഴ്സിനെ പറ്റി അറിയാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഫോം ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുക്കാം. ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവർ പഠിച്ചു തുടങ്ങുക. എക്സാമിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും, എക്സാമിന് എങ്ങനെ പഠിക്കണം, അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.